ശരണം ശ്രീത മഹേശ്വര, ശരണം ശ്രീത പരാപരാ, ശരണം ശ്രീത പ്രകാശനീ, ശരണം ശ്രീത പ്രശാന്തനീ, ശരണം ശ്രീത മഹേശ്വര. നന്മയിൽ വളർന്നിടാൻ, നന്മ മാത്രം ചെയ്യുവാൻ, നന്മയിൽ വളർന്നിടാൻ, നന്മ മാത്രം ചെയ്യുവാൻ, നന്മയുള്ള ദൈവമേ നൽവരം നൽകിയിടണേ, നന്മയുള്ള ദൈവമേ നൽവരം നൽകിയിടണേ. ശരണം ശ്രീത മഹേശ്വര, ശരണം സത്യപരാപരാ, ശരണം ശ്രീത പ്രകാശനീ, ശരണം ശ്രീത പ്രശാന്തനീ, ശരണം ശ്രീത മഹേശ്വര. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ വി മധുകുമാറോട് അഭ്യർത്ഥിക്കുന്നു. ആരാധ്യനായ അധ്യക്ഷൻ KLCയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KB രാജശേഖരൻ നായർ അവർ ഈ സമ്മേളന സദസ്സ് ഔദ്യോഗികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായിട്ടുള്ള നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് സാർ അവർ, ഗവൺമെന്റ് പ്രീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായിട്ടുള്ള ശ്രീ P ഗീനാകുമാരി അവർ, തിരുവനന്തപുരം ബാർ അസോസിയേഷന്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ പള്ളിച്ചൽ SK പ്രമോദ് സാർ അവർ, അതോടൊപ്പം ശ്രീ ശിശുക്ഷേമ സമിതിയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഏറെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് SP ദീപക് സാർ അവർ, മറ്റു വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ സമ്മേളനത്തിന് സാന്നിധ്യം വഹിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ സഹപ്രവർത്തകരെ, നമസ്കാരം. നീതിന്യായ മേഖലയിലെ അടിത്തട്ടിൽ പ്രവർത്തിച്ചു വരുന്ന, തൊഴിൽ ചെയ്ത് ഉപജീവനം കഴിഞ്ഞു വരുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ അഭിഭാഷക കുടുംബ സമൂഹം. തൊഴിൽ സ്ഥിരതയോ കാര്യമായ പരിഗണനകളോ ഒന്നും ലഭിക്കാത്ത ഒരു സമൂഹത്തിന് അവരെ സംഘടനാപരമായി കോർത്തിണക്കിക്കൊണ്ട്, ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സംഘടന എന്നുള്ള നിലയിൽ ശരിയായ തൊഴിൽ മേഖലയിൽ ശരിയായ ദിശാബോധം നൽകിക്കൊണ്ട് അർഹമായ ആനുകൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി സജ്ജരാക്കുക എന്നുള്ള കർത്തവ്യമാണ് കേരള ലോയേഴ്സ് ക്ലർക്സ് അസോസിയേഷൻ നാളിതുവരെ പ്രവർത്തിച്ചു വരുന്നത്. ഒരു കാലത്ത് ജുഡീഷ്യറിയുടെ അവിഭാജ്യ ഘടകമെന്ന് വിശേഷിപ്പിച്ചിരുന്ന ഞങ്ങളുടെ സമൂഹം ഇന്ന് ജുഡീഷ്യറിയിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കരണങ്ങളുടെ ഭാഗമായി ഞങ്ങളുടെ തൊഴിൽ മേഖല ആകെ അപ്രസക്തമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യമായി നടപ്പിൽ വരുത്തിയ ഈ ഫയലിംഗ് സമ്പ്രദായം, അതിനെ ഞങ്ങൾ അഭിമാനപൂർവ്വം തന്നെയാണ് സ്വാഗതം ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഞങ്ങൾ അതിന് എതിരായിട്ട് സമരങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് നടപ്പിൽ വരുത്തുന്നതിന് മുമ്പായി അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലമാക്കണം എന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട സർക്കാരിനോട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഫയലിംഗ് സമ്പ്രദായം ഞങ്ങളുടെ അംഗങ്ങളിൽ, അതായത് ആ ആധുനിക സാങ്കേതിക വിദ്യ സ്വായത്തമാക്കി അല്ലെങ്കിൽ അതുമായി ഞങ്ങൾ കൂട്ടിച്ചേർന്ന് തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചു വരുമ്പോഴാണ് ഇന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് പേപ്പർലെസ് നടപടികളിലേക്ക് ജുഡീഷ്യറി കടന്നിരിക്കുന്നു എന്നുള്ള ഒരു വിവരം. അപ്പം ഇത്തരം നടപടികൾ ഈ തൊഴിൽ മേഖലയിൽ പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കുന്നത് ഇത്തരം നടപടികളിലൂടെ ഞങ്ങൾ മാത്രമാണ്. പക്ഷേ ഏറ്റവും ഞങ്ങൾക്ക് പ്രായോഗികമായ അനുഭവപ്പെടുന്നത് ഈ അടുത്ത കാലത്ത് വ്യവഹാരങ്ങൾക്കും ഫീസിനങ്ങൾക്കും വർദ്ധിപ്പിച്ച ഫീസിനങ്ങളുടെ വിവരങ്ങളിലൂടെയാണ്. കാരണം അത് അടിസ്ഥാനപരമായി ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് കേരളത്തിലെ അഭിഭാഷക കുടുംബ സമൂഹത്തിൽ തന്നെയാണ്. കാരണം ഒരു മുൻകാലങ്ങളിൽ ഒരു അവധിക്ക് അപേക്ഷ തന്നെ ഒരു പ്രതി ഹാജരായില്ലെങ്കിൽ 2 രൂപ ഒട്ടിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് 20-25 രൂപ ഒട്ടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. അത്തരം ചെലവുകൾ നോക്കുന്നത് സ്വാഭാവിക
പ്രധാനമായും കക്ഷികളിൽ നിന്ന് കിട്ടുന്ന ഫീസിൽ നിന്നും അഭിഭാഷക ഗുമസ്തന്മാർ തന്നെയാണ്. അപ്പോൾ ഈ വർധനവ് ഞങ്ങളുടെ തൊഴിൽ മേഖലയാകെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. കാലം ആവശ്യപ്പെടുന്ന പരിഷ്കരണങ്ങൾക്കും ഫീസ് വർധനകൾക്കും ഒന്നും ഞങ്ങൾ എതിര് നിന്നിട്ടില്ല ഒരിക്കലും. ഒരു സർക്കാരിനെതിരെയും ഞങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരുവിലിറങ്ങി സമരം നടത്തുകയോ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ജുഡീഷ്യറി എന്ന പവിത്രമായ സംവിധാനത്തിന്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവർ എന്നുള്ള നിലയിൽ നിയമാനുസൃതമായ നിവേദനങ്ങളിലൂടെയും അല്ലെങ്കിൽ സമ്മേളനങ്ങളിൽ കൂടിയൊക്കെയാണ് ഞങ്ങൾ ബന്ധപ്പെട്ട തലങ്ങളിൽ ഞങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളുമൊക്കെ ഉണർത്തിച്ചിരുന്നത് എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം ഞങ്ങൾക്ക് ഈ സർക്കാരിൽ അത്രയേറെ പ്രതീക്ഷകളുണ്ട് സർ. കാരണം 2019 ഞങ്ങളുടെ ക്ഷേമനിധിയിൽ നാമമാത്രമായ വർധനവ് വരുത്തിയിരുന്നത്. അന്ന് ശ്രീ A.K. ബാലൻ സാർ അവர்களായിരുന്നു അന്നത്തെ ധനമന്ത്രി, നിയമവകുപ്പ് മന്ത്രി. അദ്ദേഹമാണ് 2019 ഞങ്ങളുടെ ക്ഷേമനിധി സംഖ്യ 4 ലക്ഷമായി വർദ്ധിപ്പിച്ചത്. അതിനുശേഷം ഞങ്ങളുടെ പെൻഷൻ തുകയോ അല്ലെങ്കിൽ മെഡിക്ലെയിം പദ്ധതികളോ അതോടൊപ്പം ഉത്സവ ബദ്ധതയോ ഒന്നും അതിലൊന്നും യാതൊരു വർധനവും വരുത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഓരോ കേരളത്തിലെമ്പാടുമുള്ള 6000-ഓളം വരുന്ന വക്കീൽ ഗുമസ്തന്മാർ അവർ 4 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഓരോ കുടുംബത്തിന്റെയും അത്താണിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങളുടെ വരുമാന മാർഗത്തിൽ ഇടിവ് സംഭവിക്കുമ്പോൾ ആനുകൂല്യങ്ങളിലും അവകാശങ്ങളിലും ഒക്കെ എന്തെങ്കിലും വർധനവ് വരുത്തേണ്ട ഒരു പ്രാർത്ഥനകൾ ഞങ്ങൾ എല്ലാ സമ്മേളനങ്ങളിലും ഉന്നയിക്കാറുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് തൊഴിലാളി വർഗത്തിന് സ്വാധീനമുള്ള ഒരു ഭരണകൂടത്തിന് മാത്രമേ തൊഴിലാളി വർഗത്തിന് സ്വാധീനമുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ ഒരു സ്ഥിതി സമത്വ സമൂഹം രൂപപ്പെടുകയുള്ളൂ എന്ന് ലോകത്തിന് മുമ്പാകെ ഉണർത്തിച്ച മഹത്തായ ഒരു ആശയത്താൽ രൂപീകൃതമായ ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തെ നയിക്കുന്നത്. അത്തരം ആശയത്തിന്റെ ഉലകളിൽ രൂപകൽപ്പന ചെയ്ത സ്ഫുടം ചെയ്തെടുത്ത പോരാളികളാണ് ഈ സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷയുള്ള കാരണം കഴിഞ്ഞ നാടുകളിൽ ഈ നാട് ഒട്ടനവധി മഹാവ്യാധികളുടെയും പ്രകൃതി ദുരന്തങ്ങളിലൂടെയും കോവിഡ് എന്ന മഹാവ്യാധിയിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ അതിനെയെല്ലാം അചഞ്ചലമായി അതിജീവിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച ഒരു സർക്കാർ. ആ സർക്കാരിന് മുന്നിൽ ഞങ്ങളുടെ വേദനകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് ഞങ്ങളുടെ അവസ്ഥയാണ്. അപ്പോൾ നിലവിലെ ഞങ്ങളുടെ ക്ഷേമനിധി സംഖ്യ 4 ലക്ഷമാണ്. അത് 7 ലക്ഷമായെങ്കിലും ഉയർത്തി. അതോടൊപ്പം ഞങ്ങളുടെ പെൻഷൻ ഇപ്പോൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 2000 രൂപയാണ്. അതിലും കാര്യമായ വർധന വരുത്തേണ്ടത് ആവശ്യമാണ്. അതോടെ മെഡിക്ലെയിം പദ്ധതി ഇപ്പോൾ 30,000 അത് മിനിമം 1 ലക്ഷം രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കേണ്ടത് ഞങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ പരിഗണനകളെല്ലാം അങ്ങയുടെ മുമ്പിൽ നിവേദനമായി ഞങ്ങളെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് സംഘടനാ ഭാരവാഹികൾ സമർപ്പിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ പ്രാർത്ഥനകളായി അംഗീകരിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടുമുള്ള ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രതിനിധികൾ വളരെ പ്രതീക്ഷയോടെ സ്വപ്നം കാണുകയാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്നും ഉണ്ടാവുമെന്ന്. കാരണം സർ, ഗവൺമെന്റിന് അധിക ബാധ്യത വരുത്താതെ തന്നെ ഞങ്ങളുടെ ക്ഷേമനിധിയുടെ വാർഷിക പരിസംഖ്യയിൽ വർധന നടത്തിയും വർദ്ധിപ്പിച്ചും അല്ലെങ്കിൽ ഞങ്ങളുടെ വെൽഫെയർ സ്റ്റാമ്പ് തുക വർദ്ധിപ്പിച്ചുമൊക്കെ സർക്കാരിന് കൃത്യമായ ഇടപെടലുകൾ നടത്താനാവുമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്നത് സംഘടനയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ KP രാജശേഖരൻ നായർ അവർക്കാണ്. സംഘടനയെ മുന്നോട്ട് ധീരമായി നയിക്കുന്ന ശ്രീ KP രാജശേഖരൻ നായർക്ക് സംഘടനയുടെ പേരിൽ ഈ സമ്മേളനത്തിന്റെ പേരിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ രാജീവ് സാർ അവர்களാണ്. അദ്ദേഹത്തിനെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീമതി T. ഗീനാകുമാരി അവരുടെ ആണ് എല്ലാ സമ്മേളന കാര്യങ്ങൾക്കും ഞങ്ങളോടൊപ്പം കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തിരുന്ന ശ്രീമതി ഗീന മാഡത്തിന് ഈ സമ്മേളനത്തിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു.
അതോടൊപ്പം തിരുവനന്തപുരം ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിലും ഈ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായം ചെയ്യുകയും നേതൃത്വം നൽകുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട പള്ളിച്ചൽ SK പ്രമോദ് സാർ അവர்களാണ്. അദ്ദേഹത്തിനും ഈ സമ്മേളനത്തിന്റെ പേരിലും സംഘടനയുടെ പേരിലും സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ശിശുക്ഷേമ സമിതി മുൻ ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് SP ദീപക് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇന്ന് മന്ത്രിയുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനൊക്കെ തന്നെ അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സമ്മേളനത്തിന്റെ എല്ലാവിധ നടത്തിപ്പുകൾക്കും രക്ഷാധികാരിയായി കൂടി പ്രവർത്തിക്കുന്ന SP ദീപക് സാറിന് ഈ സമ്മേളനത്തിന്റെ പേരിലും സംഘടനയുടെ പേരിലും സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കുന്നത് KLC എന്ന പ്രസ്ഥാനത്തിന്റെ ആരാധ്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ K രാജമാണിക്യത്തിനാണ്. പേരിനെ അന്വർത്ഥമാക്കുന്ന വിധം പ്രവർത്തന മികവിലൂടെ ഈ സംഘടനയുടെ മാണിക്യമായി മാറിയ ശ്രീ K രാജമാണിക്യത്തിന് സംഘടനയുടെ പേരിൽ സമ്മേളനത്തിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. KLCയുടെ സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ സതീശൻ തലപ്പുറത്ത് ഈ വേദിയിൽ ഹാജരായിട്ടുണ്ട്. അദ്ദേഹത്തിനും സംഘടനയുടെ പേരിൽ സമ്മേളനത്തിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം സംസ്ഥാന ട്രഷറർ ശ്രീ ഷാജു കാട്ടുമാത്ത്, അദ്ദേഹത്തിനും ഈ സംഘടനയുടെ പേരിലും സമ്മേളനത്തിന്റെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. ശ്രീ P രാജേന്ദ്രകുമാർ KLCയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഈ സമ്മേളനത്തിന്റെ പേരിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേർക്കും ഈ സമ്മേളനത്തിന്റെ പേരിലും ഈ സംഘടനയുടെ പേരിലും ഹൃദയം നിറഞ്ഞ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ജയ് ഹിന്ദ്. ഉദ്ഘാടനത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷൻ കേരള ലോയേഴ്സ് ക്ലർക്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജശേഖരൻ നായർ, വേദിയിലുള്ള ബഹുമാന്യായ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഗീനാകുമാരി, അതേപോലെ തന്നെ അഡ്വക്കേറ്റ് പള്ളിച്ചൽ പ്രമോദ്, അഡ്വക്കേറ്റ് ദീപക്, നിങ്ങളുടെ സംഘടനയുടെ മറ്റ് ഭാരവാഹികൾ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിട്ടുള്ള മധുകുമാർ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 7ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ പ്രഖ്യാപിച്ചു. നേരത്തെ നാളെ എന്ന രീതിയിലാണ് നമ്മൾ കണ്ടിരുന്നത്. നാളെ മുഴുവൻ ആലപ്പുഴ പരിപാടികളാണ്, രാവിലെ മുതൽ ആരംഭിക്കും. എന്നാൽ എന്തായാലും വന്നേ മതിയാകും, നേരത്തെ വരാൻ പറ്റിയില്ല എന്ന് കടകംപള്ളി മുതൽ ഇങ്ങോട്ട് എല്ലാവരും നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അതിന്റെ ഉദ്ദേശം സ്വാഗതം പറഞ്ഞപ്പോൾ മനസ്സിലായി. അല്ലാതെ മന്ത്രി ഒന്ന് വന്നോട്ടെ, വരുന്നത് നല്ലതാണല്ലോ എന്ന് കരുതിയിട്ടല്ല. വരുമ്പോ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തല്ലോ. നമ്മുടെ പ്രഖ്യാപനം നടത്തേണ്ടതെല്ലാം ക്ഷേമനിധി ബോർഡാണ്. അതാണ് അതിന്റെ അധികാര സംവിധാനം. എന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും നിവേദനം ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ട്. അതൊന്ന് സ്റ്റാമ്പിൻ്റെത് 12 രൂപയിൽ നിന്ന് 20 രൂപയാക്കുക, വേറെ ഒന്ന് 1200 നിന്ന് 2000 ആയിട്ട് നിങ്ങളുടെ ഫീസ്. അതെ, അത് രണ്ടുമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് രണ്ടുമാണ് ഗവൺമെന്റിന്റെ മുൻപിലുള്ളത്. അതും പ്രഖ്യാപനം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് ബില്ല് കൊണ്ടുവന്ന് നിയമസഭയിൽ പാസ്സാക്കേണ്ടതുണ്ട്. എന്നാൽ ബില്ലിപ്പോൾ ഏകദേശം കരട് ഡ്രാഫ്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന സെഷനിൽ തന്നെ അത് കൊണ്ടുവരാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുമാനമായി 4 വേണോ 5 വേണോ 6 വേണോ എന്നൊക്കെ ഉള്ളത് വരുമാനവും ചെലവൊക്കെ കണക്കാക്കി നിങ്ങളുടെ ക്ഷേമനിധി ബോർഡിന് തന്നെ തീരുമാനിക്കാവുന്നതാണ്. നിയമ സെക്രട്ടറിയാണ് അതിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തോടും ഇതിന് ശേഷം എന്തായാലും അധികം വൈകാതെ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ആനുപാതികമായി തന്നെ മറ്റാനുകൂല്യങ്ങളിലും വർധന വരുത്തുന്ന കാര്യം ക്ഷേമനിധി ബോർഡിനോട് ആവശ്യപ്പെടാം എന്നുകൂടിയാണ് ഈ സംഭവത്തിൽ. പിന്നെ ചിലത് നമ്മൾ എത്ര വിചാരിച്ചാലും ഈ സാങ്കേതിക വിദ്യ വരുന്ന മാറ്റങ്ങളൊന്നും തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇപ്പോൾ അത് പേപ്പർലെസ് കോർട്ടായി, ഈ കോർട്ടുകളായി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യം ഇത്തരം കാര്യങ്ങൾ എല്ലാത്തിനും വരുന്നത് കേരളത്തിലായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ കോർട്ട് വരുന്നപ്പോഴും പേപ്പർലെസ് കോർട്ട് വന്നപ്പോഴും കേരളമാണ് ആദ്യമായി ഇതിലേക്ക് എത്തിയത്. അത് ചില പരിമിതികൾ പ്രതിസന്ധികളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എല്ലാ മേഖലയിലും പ്രശ്നം വരും. ഇപ്പോൾ നമ്മൾ കേസ് പാട്ട് കൊണ്ടുവന്നു, എല്ലാം ഓൺലൈനായി. അപ്പോൾ അതിൻ്റെ ഈ വർക്ക് ഒക്കെ ചെയ്തിരുന്ന കുറേ ആളുകളുണ്ട്, അവിടെ കൊണ്ടുവയ്ക്കും. നമ്മൾ മൊത്തത്തിൽ സമൂഹത്തെയാണ് നോക്കേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ ചില മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും. ഇവിടെ പരമാവധി നിങ്ങൾക്ക് കൂടി നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി അഡ്രസ് ചെയ്യണമെന്നുള്ളത് ഗവൺമെൻറ് തന്നെ ജുഡീഷ്യറിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സന്ദർഭത്തിൽ ഞാൻ തന്നെ അത്തരം കാര്യങ്ങൾ അവരുടെ ആശങ്കകൾ കൂടി പരിഹരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്നതിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് അവിടെയും പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ അത് നിങ്ങൾക്കൊരു അതിജീവനത്തിൻ്റെ വഴിയിലാണ് എന്നിവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞത് കുറച്ച് ശരിയാണ്. ഇനിയിപ്പോൾ ഇപ്പോൾ ചിലരിപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്റ്റാമ്പ് പേപ്പർ വാങ്ങാൻ പോകുന്നത് ഇപ്പോൾ ലോകത്തൊന്നും ഇല്ലാത്ത രീതിയാണ്. ഓൺലൈൻ രജിസ്റ്ററിങ്, പിന്നെ അവിടെ പോയിട്ട് OTP കാത്തിരിക്കണം, അത് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കാനൊക്കെ ആണെന്ന് തോന്നുന്നു സ്കീം കൊണ്ടുപോകുന്നത്. പക്ഷെ പ്രായോഗികമായ കുറേ പ്രശ്നങ്ങൾ പിന്നീട് വരും. അപ്പോൾ മൊത്തം ചില താല്പര്യങ്ങൾ ജനങ്ങളുടെ സമൂഹത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് പ്രഥമ പരിഗണന കൊടുക്കാൻ ഗവൺമെൻറ് സംവിധാനങ്ങൾ നിർബന്ധിതമാകും. എന്തായാലും നിങ്ങളുടെ പ്രവർത്തനം ഇനി ഭാവി തലമുറ എങ്ങനെ ഇതിലേക്ക് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആകെ ചെയ്യാവുന്നത് ഭാവി തലമുറയ്ക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന LLB പഠനത്തിനുള്ള ആ സഹായം ഇപ്പോൾ 5000 രൂപയെന്ന് തോന്നുന്നു. അതുകൂടി ഒന്ന് വർദ്ധിപ്പിച്ച് പരമാവധി നിങ്ങളുടെ കുട്ടികളൊക്കെ അഭിഭാഷകരായി മാറട്ടെ എന്ന് ആശംസിക്കാനാണ് കഴിയുന്നത്. അതിൽ എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നമുക്കിപ്പോൾ ഗവൺമെൻറ്റിൻ്റെതായ ഒരു ഇത് ചെലവില്ലാതെ നമുക്ക് നിർവഹിക്കാൻ കഴിയും. ഗവൺമെൻറ്റിനൊരു ധനജനിക്കലുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയല്ല, ഒരു ധനപ്രതിസന്ധിയുണ്ട്. നമ്മൾ നേരത്തെ 100 രൂപ ചെലവഴിക്കുമ്പോൾ 52 ഇവിടെ നമ്മൾ ചെലവഴിച്ചാൽ 48 വരുമായിരുന്നു. എന്നുവെച്ചാൽ ഇവിടുന്ന് കൊണ്ടുപോയതിൻ്റെ വിഹിതം വരുമായിരുന്നു. ഇപ്പം നമ്മൾ 71 ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ബാക്കിയാണ് കേന്ദ്രം തരുന്നത്. പല കാര്യങ്ങളിൽ നമ്മുടെ നേട്ടം ജനസംഖ്യ കുറച്ചു. ഇതിപ്പോൾ അപകട നോട്ടിലാണ് പോകാറ് കണക്ക്. അതുകൊണ്ട് സഹായവുമില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോക്സഭയിലേക്കുള്ള സീറ്റിൻ്റെ എണ്ണം കുറയാൻ പോകുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസം നമ്മൾ നല്ല നിലവാരത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് ഇനി വിദ്യാഭ്യാസത്തിന് നമുക്ക് പൈസ വേണ്ട, ആരോഗ്യത്തിന് പൈസ വേണ്ട. ഇങ്ങനെ നിബന്ധനകൾ പുതുതായി അടിച്ചേൽപ്പിക്കുന്നു. എന്നാൽ നമുക്ക് നികുതി പിടിക്കാനുള്ള അവകാശം GST വന്നതോടുകൂടി ഇല്ലാതാവുകയും ചെയ്തു. ആകെ ഇപ്പോൾ മദ്യത്തിനും അതുപോലെ തന്നെ പെട്രോളിനും മാത്രമാണ് നമുക്ക് എന്തെങ്കിലും നികുതി പിടിക്കാൻ കഴിയുന്ന ഒരു മേഖലയായിട്ട് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ചില പരിമിതികൾ ഗവൺമെൻറ്റിനുണ്ടെങ്കിലും പരമാവധി ക്ഷേമാനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കാനും അത് കൃത്യമായി നൽകാനുമാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇപ്പോഴുള്ള ആനുകൂല്യങ്ങളെല്ലാം മുടക്കമില്ലാതെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറെ കൂടി വർദ്ധിപ്പിക്കാനുള്ളത് ന്യായമായ ആവശ്യമാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ലാസ്റ്റ് പീരീഡിലാണ്, ഫെബ്രുവരിയിലാണ് 2021 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ 3 വർദ്ധിപ്പിച്ചു. 3 ലക്ഷം 3-ൽ നിന്ന് 4 വർദ്ധിപ്പിച്ചത്. അതേപോലെ തന്നെ മരണാനന്തര സഹായം 3-ൽ നിന്ന് 4 ലക്ഷമായി വർദ്ധിപ്പിക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു വർധനവിൻ്റെ സമയമായി എന്ന് നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു കുറ്റം പറയാൻ പറ്റില്ല. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഈ ബില്ല് പാസ്സാക്കി നിയമമായി വരുന്ന മുറയ്ക്ക് തന്നെ ആ തീരുമാനം വൈകാതെ തന്നെ എടുക്കാം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് വാക്ക് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. സംഘടനയുടെ ഒരു മെമന്റോ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകുകയാണ്.
അതോടൊപ്പം നിവേദനവും അദ്ദേഹത്തിന് സമർപ്പിക്കുന്ന ചടങ്ങാണ്. എനിക്ക് തോന്നുന്നു ആദരണീയനായ ഈ യോഗാധ്യക്ഷൻ രാജശേഖരൻ, വേദിയിലുള്ള നമ്മുടെ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ പള്ളിച്ചൽ പ്രമോദ്, അഡ്വക്കേറ്റ് SP ദീപക്, ഞാൻ ഓരോരുത്തരെയായി പറയുന്നില്ല. പ്രമോദ് വക്കീൽ ഒറ്റയ്ക്കല്ല വന്നപ്പോൾ ക്ലർക്കിനെയും കൂടെ കൊണ്ടുവന്നു. ഞാൻ പിന്നെ എനിക്കിവിടെ മഞ്ജു ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് വേറെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ അഡ്വക്കേറ്റ് ദീപക് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമൊക്കെ നടന്നു കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. തീർച്ചയായും ഒരുപക്ഷെ ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ വന്നാൽ ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒരു ജൂനിയർ അഭിഭാഷകയായി വരുമ്പോൾ ഞാൻ എപ്പോഴും ക്ലർക്സിന്റെ സമ്മേളനത്തിന് മുമ്പ് പങ്കെടുക്കുമ്പോഴും പറഞ്ഞതാണ്, അഭിഭാഷകയായി ആദ്യമായി നെടുമങ്ങാട് കോടതിയിലാണ് ഞാൻ പ്രാക്ടീസിലേക്ക് വരുന്നത്. ആ സമയത്ത് പഠിച്ച പാഠങ്ങളൊന്നും അല്ലല്ലോ നമ്മളെ കോടതിയിൽ പോയി പ്രയോഗിക്കേണ്ടത്. അന്ന് ഒരുപക്ഷെ എൻ്റെ ഗുരുനാഥൻ മരിച്ചുപോയ യശസ്വരീയനായ അഡ്വക്കേറ്റ് K. സതീഷ് കുമാർ ആണെങ്കിലും അദ്ദേഹത്തോടൊപ്പം തന്നെയായിരുന്നു ഞങ്ങളുടെ തമ്പിയണ്ണനും ഉദയനും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് പലർക്കും അറിയും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ഒരു തലമുറ ഈ അഭിഭാഷക വൃത്തിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് കേവലം ഞങ്ങളുടെ സീനിയർ അഭിഭാഷകരെ പോലെ തന്നെ സീനിയറായിട്ടുള്ള ഗുമസ്തന്മാരുടെ കൂടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് ഈ അഭിഭാഷക വൃത്തിയിൽ എന്തെങ്കിലും ആകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേടിയിട്ടുള്ളത്. അതിവിടെ ഇരിക്കുന്നവരാരെയും ഞാൻ മറന്നുകൊണ്ടല്ല, ശശികണ്ഠനെയും മദനെയും ഒന്നും എനിക്കൊന്നും മറക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ഒരു അഭിഭാഷക ജീവിതം നിലനിൽക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ആ അഭിഭാഷക വൃത്തിയിൽ നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്തോളം കാലം മറക്കാൻ പറ്റാത്ത കുറേയേറെ, ഞാൻ എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല, കുറേയേറെ മുഖങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഇന്ന് വരുന്ന ജൂനിയേഴ്സിനെ സംബന്ധിച്ച് നിലവിലുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ച് വലിയ അവഗാഹമൊന്നും വേണ്ടാത്ത തരത്തിലേക്ക് നമ്മുടെ സംവിധാനം മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ സാങ്കേതിക വിദ്യയിലുള്ള മാറ്റം നാം ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ഈ സാങ്കേതിക വിദ്യയിലുള്ള മാറ്റത്തിന്റെ ഭാഗമായി പുറന്തള്ളപ്പെടുക മാത്രമല്ല, അല്ലാതെ തന്നെ ഒരുപക്ഷെ അഭിഭാഷക ഗുമസ്ത ക്ലർക്ക് വൃത്തിയിൽ നിന്ന് അല്ലാതെ തന്നെ ഒരു വിഭാഗം പുറന്തള്ളപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന സാമൂഹ്യ സാഹചര്യം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞത് സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റമല്ല, മറ്റ് കോടതിയിലെ രീതികളിൽ വന്ന പ്രൊസീജിയർ വന്ന മാറ്റത്തിന്റെ ഉൾപ്പെടെ ഭാഗമായി ഈ ഗുമസ്തന്മാരെ പണിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു മുമ്പാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ സമയത്ത് ഞങ്ങളുടെയൊന്നും ജൂനിയേഴ്സിനെ പറഞ്ഞ് നമ്മുടെയൊന്നും ഓഫീസിൽ നിന്ന് ജൂനിയേഴ്സിനെ പറഞ്ഞ് സ്റ്റാമ്പ് വാങ്ങിക്കാൻ വിടാറില്ല, ലെസ്ലിക്കുട്ടി വരാറില്ല. അത് നമ്മുടെ ഓഫീസിലെ ക്ലർക്ക് ഇല്ലെങ്കിൽ വേറെ ഓഫീസിലെ ക്ലർക്ക് പോയി വാങ്ങിക്കൊണ്ട് തരുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മളൊരു പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചാൽ ആ പെറ്റീഷൻ എത്തുന്നത് നമ്മുടെ കൈകളിലൂടെ അല്ലായിരുന്നു. അതിനൊക്കെ മാറ്റം വന്നു. പുതിയ തലമുറ എന്ത് പണിയും ചെയ്യാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഒന്ന് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു വലിയ തൊഴിൽ മേഖലയിൽ നിന്ന് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തപ്പെടുന്ന സാമൂഹ്യ സാഹചര്യവുമുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, നമ്മുടെ സമൂഹം മുന്നേറിക്കൊണ്ട് പൊതുവിൽ തൊഴിൽ മേഖലയിൽ എല്ലാം വലിയ വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് പഠിക്കുന്നവർക്ക് മനസ്സിലാവും, ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലേക്ക് തന്നെ ഈ വികസനം ഉണ്ടാകുമ്പോൾ, ലോകം പുരോഗതിയിലേക്ക് പോകുമ്പോൾ അത് അൺഎംപ്ലോയ്ഡ് ഡെവലപ്മെന്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആ വലിയ വാക്കിൽ പറയുന്നത്. എന്നുവെച്ചാൽ തൊഴിൽ രഹിത വികസനത്തിലേക്കാണ് രാജ്യവും സമൂഹവും മുന്നേറുന്നത് എന്ന് ഏറ്റവും നല്ല എക്സാമ്പിളായി എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു മേഖലയായി അഭിഭാഷക ഗുമസ്ത വൃത്തി മാറിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഈ സഹനങ്ങളും വിഷമങ്ങളും ഒക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ വലിയ കരുത്തോടെയാണ് ഞാൻ ഓരോ ദിവസവും കാണുന്ന നമ്മുടെ സഹോദരങ്ങളായ ഇവിടെ ഇരിക്കുന്നവരെ കാണുന്നത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച ആശ്വാസം. കാരണം ഈ അഡ്വക്കേറ്റ് ഈ ഫീസ് കോർട്ട് ഫീ വർധന വന്നപ്പോൾ ഞാനടക്കമുള്ള
പള്ളിച്ച പ്രമോദ് അടക്കമുള്ള ദീപക് അടക്കമുള്ള അഭിഭാഷകരൊക്കെ സമര രംഗത്തേക്ക് വന്നപ്പോൾ ഏറ്റവും അതിനെ ദോഷകരമായി ബാധിക്കുന്നത് ഞങ്ങളെക്കാൾ കൂടുതൽ കക്ഷികളിൽ നിന്ന്, ഞങ്ങളൊക്കെ കക്ഷികളിൽ നിന്ന് കാശ് വാങ്ങിച്ച് കയ്യിൽ അടിച്ചു വെക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതിനുവേണ്ടി ചെലവാക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ബാഡ് ഇമ്പാക്ട് നേരിട്ട് അനുഭവിക്കുന്നവരെന്ന നിലയിലായിട്ട് പോലും അതിനെ ആ തരത്തിലേക്ക് പ്രതിഷേധിക്കാതെ ഒരു പക്ഷേ അതൊക്കെ സഹിച്ചുകൊണ്ട് ഈ സംവിധാനത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായി എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളെ അങ്ങേറ്റം അനുമോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കണം എന്നല്ല, നിങ്ങളുടേതായ തരത്തിലുള്ള പ്രതികരണങ്ങളെയൊക്കെ നിലനിർത്തുകയും എന്നാൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെ നല്ല മനസ്സോടെ സ്വീകരിക്കാനും തയ്യാറായിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ഈ തൊഴിൽ മേഖലയിലെ അങ്ങേറ്റം സ്നേഹിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ, വീണ്ടും ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, പരിദേവനങ്ങളെ നമുക്ക് പറയാനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മുമ്പൊക്കെ ഞങ്ങൾ വന്ന്, ഞാൻ പറഞ്ഞതാ 10-20 വർഷം മുമ്പേ വന്നിട്ട് ഈ തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് ഞങ്ങൾ നിങ്ങളിൽ നിന്നാണ് ഈ തൊഴിൽ പഠിച്ചത് എന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിൽ അടുത്ത തലമുറ വന്നിട്ട് നിങ്ങളില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ പണി ചെയ്യാൻ പറ്റും എന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നിലവിലുള്ള ആളുകൾ കുറച്ചുകൂടി സംഘശക്തിയോടുകൂടി പുതുതലമുറയെ, എല്ലാവരെയും നമ്മുടെ മക്കൾ പണിയെടുക്കുന്നതിന്റെ പാടത്ത് പണിയെടുക്കുന്ന മക്കൾ പാടത്ത് പണിയെടുക്കണം എന്ന തരത്തിലല്ല, മറിച്ച് ഇതിലേക്ക് കടന്നു വരുന്ന ആളുകളെ കൂടെ, നിലവിലുള്ള രാജശേഖരനെ സംബന്ധിച്ചൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അങ്ങനെ അല്ലാത്ത കുറെ മനുഷ്യർ ഇതിനകത്തുണ്ട്, അവരുടെ കുടുംബം പുലർത്തുന്നവരുടെ ഉണ്ട്. ഇതിലേക്ക് വരുന്ന ആളുകളെ ഒരുപക്ഷെ നിരുത്സാഹപ്പെടുത്താതെ അവരെ കൂടെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്കാവട്ടെ. അതിന് നിങ്ങളുടെ സംഘശക്തി വളരട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തും.
മധു ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ രാജീവിനോട് ചോദിക്കുകയായിരുന്നു, ക്ഷേമനിധി എന്തെങ്കിലും നടക്കോ എന്ന് ചോദിക്കുകയായിരുന്നു. രാജീവ് ഒറ്റ സെന്റൻസ് കൊണ്ട് പറഞ്ഞ് ഉറപ്പായിട്ട് നടക്കും എന്നാണ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് 4 മിനിറ്റ് കൊണ്ട് രാജീവ് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഇതാണ് എന്നുള്ളതാണ് എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി ഉള്ളത് എന്നുള്ളതാണ്. ഒരു കൂട്ടായ ഒരു പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയണം. ഇപ്പൊ എൻ്റെ ഒക്കെ ഓഫീസിൽ ജൂനിയേഴ്സാണ് ഇപ്പോൾ ഈ ഫൈലിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പൊ ഇവിടെ തന്നെ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെയൊന്നും നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താ നമ്മളതിനൊരു പോവഴി എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സംഘടന തന്നെ അതിനൊരു താല്പര്യം എടുക്കണമെന്നുള്ളതാണ് എനിക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളത്. ഈ ഫയലിംഗ് ഒക്കെ എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം തന്നെയാണ്. നമുക്ക് അതൊന്നും പഠിക്കാൻ പറ്റാത്തവരൊന്നുമല്ല ഇതിനകത്ത് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെ പോലുള്ള ആളുകൾ. അപ്പൊ തീർച്ചയായിട്ടും സംഘടന തന്നെ താല്പര്യമെടുത്ത് അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ കൂടെ എല്ലാം ആരെങ്കിലും പിന്നെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. പക്ഷെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് പഠിച്ച് അത് കാര്യമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നമ്മൾ ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ചർച്ചകളും ഒക്കെ ഈ സംഘടനാ സമ്മേളനത്തിൽ നടക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ബാർ അസോസിയേഷൻ ഇപ്പൊ വന്നതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് നമ്മുടെ റിയാസ് മിനിസ്റ്റർ കോടതിയിൽ വന്ന് സന്ദർശനം നടത്തി. എത്രയോ കാലത്തിന് ശേഷം നമ്മുടെ മഞ്ചൂര് കോടതിക്കകത്ത് ഒരു 7 നിലയുള്ള ഒരു വലിയ ഒരു കെട്ടിടം പൊങ്ങാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള തറക്കല്ലിടാൻ വേണ്ടിയിട്ടുള്ള ഇപ്പൊ ഓണത്തിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു തറക്കല്ലിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ധൃതി വെച്ച് നടക്കുക. നമ്മുടെ എന്താണ് കോടതിയുടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഇത്രയും കാലം പലരും ശ്രമിച്ചിട്ട് പോലും നടക്കാത്ത കാര്യം നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ബാർ അസോസിയേഷൻ്റെ ഒക്കെ തന്നെ പ്രത്യേകിച്ച് പ്രമോദിൻ്റെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ മിനിസ്റ്ററുമൊക്കെ ആയിട്ട് സംസാരിച്ച് നമുക്ക് നല്ലൊരു ബിൽഡിംഗ് കോംപ്ലക്സ് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ അവിടെ വന്നപ്പോഴാണ് കോടതിക്കകത്തുള്ള റോഡുകളുടെ സ്ഥിതി കണ്ടത് എന്നുള്ളതാണ്. അപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം എടുത്ത് അതിൻ്റെ PWD എഞ്ചിനീയർമാരെ എല്ലാം വിളിച്ച് ചേർത്ത് ആ റോഡുകളെല്ലാം എത്രയും പെട്ടെന്ന് അതൊന്ന് പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ പുതിയൊരു നിർദ്ദേശം കൂടി വെച്ചത്. പഴയ ഹെറിറ്റേജ് ബിൽഡിങ്സ് ആണ് എല്ലാം. അവിടുത്തെ ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് കുറച്ച് ഒരു മോശമായിട്ട് നിൽക്കുന്ന ഒരു ചില ഭാഗങ്ങളില്ല. അപ്പം അത് മെയിൻ്റനൻസ് അല്ല, അതിനെ സംബന്ധിച്ചുള്ള ഒരു ഫുൾ റെസ്റ്റോറേഷന് വേണ്ടിയിട്ടുള്ള ഒരു പണം ചെലവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി നമ്മൾ ആ കാര്യത്തിന് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഈ പറയുന്ന നമ്മുടെ കോടതി പരിസരം നന്നായിട്ട് അതിൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ടും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഈ സംഘടനാ സമ്മേളനത്തിനകത്ത് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് വരുന്ന നാളുകൾ ഞാനിപ്പോൾ ഇതിൻ്റെ അസോസിയേഷൻ്റെ ഭാര്യയോടൊക്കെ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് കാലമായിട്ട് ഞാനിങ്ങനെ നമ്മളൊക്കെ ആയിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും ഇതിനിടയ്ക്ക് പറയായിരുന്നു, എന്തായിരുന്നാലും എല്ലാവരും നല്ല ഐക്യത്തോടുകൂടി മറ്റെല്ലാം മറന്ന് നിങ്ങളുടെ ഈ സമ്മേളനത്തിനൊക്കെ ചേരുമ്പോൾ ആ ഒരു ഐക്യമെന്ന് പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു സംഘടനയുടെ ബലം എന്നുള്ളത്. മറ്റ് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നമ്മൾ പൊതുവായ കാര്യങ്ങളിൽ
നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നിലപാട് മാതൃകാപരമായിട്ടുള്ളതാണ് എന്ന് മാത്രം കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാവിധത്തിലുമുള്ള 7ാം സംസ്ഥാന സമ്മേളനത്തിന് കേരള ലോയേഴ്സ് വർക്ക് അസോസിയേഷന്റെ 7ാം സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കെ വി രാജേന്ദ്രൻ, ബഹുമാനിയായ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ വീണ മാഡം, നമ്മുടെ പ്രിയങ്കരനായ ദീപക് സാർ, ബാർ അസോസിയേഷൻ്റെയും നമ്മുടെ കേരള ലോയേഴ്സ് വർക്ക് അസോസിയേഷൻ്റെ എല്ലാ കാര്യത്തിലും എന്നും നമ്മളോടൊപ്പം നിൽക്കുന്ന ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പള്ളിച്ചൽ പ്രമോദ് സാർ, വേദിയിലും സദസ്സിലിരിക്കുന്ന കേരള ലോയേഴ്സ് വർക്ക് അസോസിയേഷൻ്റെ സംസ്ഥാന ജില്ലാ യൂണിറ്റ് ഭാരവാഹികൾ, അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റിലെ പ്രവർത്തകരെ, കേരള ലോയേഴ്സ് വർക്ക് അസോസിയേഷൻ്റെ 7ാം സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഈ സുദിനം, ഇന്ന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മന്ത്രി പ്രഖ്യാപനം നടത്തി പോവുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഈ ഫയലിങ്ങിനെ കുറിച്ചുമൊക്കെ ഉള്ള കാര്യം വിശദീകരിച്ചു. നമ്മുടെ സമൂഹം ഇന്ന് വലിയ ഒരു ആപത്ത് ഘട്ടത്തിലേക്ക് കടന്നു പോവുകയാണ്. ഈ ഫയലിംഗ് വന്നതോടുകൂടി വക്കീൽ കുബസ തൊഴിലിൽ ഇനി ഒരു കൈയെഴുത്ത് പ്രതി വക്കീൽ കുബസമാരെന്നുള്ള രീതിയിൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ ഈ ഫയലിങ്ങും ഈ സ്റ്റാമ്പിങ്ങും വന്നതോടുകൂടി നമ്മൾ എഴുതുന്നതല്ല DTP എടുത്തു വേണം നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ആ സംവിധാനത്തിലേക്ക് കടക്കുമ്പോൾ വക്കീൽ കുബസനെ സംബന്ധിച്ചിടത്തോളം കോടതികളിൽ വളരെ ഇനി വിരളമായി മാത്രമേ നമുക്ക് എല്ലാ സമയവും കോടതിയിൽ കയറേണ്ട ആവശ്യമുള്ളൂ. കാരണം അഭിഭാഷകർക്ക് ഈ ഫയലിംഗ് ചെയ്യുന്നെങ്കിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും അവർക്ക് ഈ ഫയൽ ചെയ്യാൻ കഴിയും. ആ സാങ്കേതിക വിദ്യ വക്കീൽ കുബസന്മാരും പഠിക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം എല്ലാ യൂണിറ്റുകൾക്കും നാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശം അനുസരിച്ച് പല കാര്യങ്ങളും ഈ ഫയലിങ്ങും അതുപോലെ ഈ സ്റ്റാമ്പിങ്ങും ഒക്കെ ഒരുവിധപ്പെട്ട ക്ലർക്കന്മാർ ചെയ്തു വരുന്നു. എന്നാൽ ഏകദേശം 55-60 വയസ്സും പ്രായമുള്ള ക്ലർക്കന്മാർക്ക് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്ന് നമ്മുടെ കോടതികളിൽ മുനിസിപ്പൽ കോടതിയായാലും അറിയാം, ഫാമിലി കോടതിയായാലും, സബ് കോടതി ആയാലും, ജില്ലാ കോടതിയായാലും നിരവധി കാര്യങ്ങൾ ഈ ഫയൽ ചെയ്ത് നമ്പർ ഇട്ടതിന് ശേഷം കോടതി കൊണ്ടുവരുന്ന ഫയൽ ചെയ്യുന്ന പെറ്റീഷൻ ഇന്ന് പലതും ബെഞ്ചിൽ പോലും എത്താത്ത രീതിയിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ഇൻജക്ഷൻ ഓർഡർ ഒന്ന് കോടതി പാസ്സാക്കിയ അല്ലെങ്കിൽ ഒരു ഇൻജക്ഷൻ ഓർഡറിന് വേണ്ടി നാം ഒന്ന് സമീപിക്കുമ്പോൾ ആ ഇൻജക്ഷൻ ഓർഡറിലേക്ക് വേണ്ടി നാം ഒന്ന് മുനിസിപ്പൽ കോടതി അല്ലെങ്കിൽ വേറൊരു കോടതിയിലേക്ക് ആ വക്കീലന്മാർ പറഞ്ഞു ഇൻജക്ഷൻ ഗ്രാന്റ് ചെയ്താൽ ആ ഓർഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് ഏകദേശം മിനിമം 4 ദിവസം എടുക്കുന്നു എന്നുള്ളതാണ്. പ്രൊഫസർ സാർ അതിൽ കൃത്യമായി പറഞ്ഞു. കാരണം ഒരു ഇൻജക്ഷൻ ഓർഡറിന് വേണ്ടി വളരെ അത്യാവശ്യമായി നാം കോടതിയിൽ പ്രവേശിച്ച് ഒരു ഓർഡർ വാങ്ങി അന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അന്ന് തന്നെ നമ്മൾ ഇൻജക്ഷൻ ഉള്ള വിവരം അതാത് കക്ഷികൾ നമ്മൾ നോക്കുമ്പോൾ പോലീസുകാർ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇന്ന് ആ ഒരു ഇൻജക്ഷൻ ഓർഡർ വരുമ്പോൾ അവിടെ മതിലും കാണൂല, വീടും കാണൂല എന്നുള്ള അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. ഞാനിനി അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. സന്ധ്യാനേരമായി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് മാത്രമല്ല ഈ സമ്മേളനത്തിന്റെ പല കാര്യങ്ങളിലും എനിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കുന്നില്ല. ഇന്ന് 7ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന നിർവഹണം നിർവഹിക്കപ്പെട്ടു. ഇന്ന് ഇവിടെ വന്ന് നമ്മുടെ ഈ വേദി അലങ്കരിക്കപ്പെട്ട എല്ലാവരും, അതുപോലെ സമ്മേളനത്തിലെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ സ്വാഗത സംഘ നമ്മളെ ചെയർമാനായ കടമ്പള്ളി സുരേഷ് സാർ, അദ്ദേഹം അതുപോലെ തന്നെ പള്ളി സാറും ഒക്കെ വളരെ വിപുലമായി നമ്മുടെ സമ്മേളനത്തിന് വേണ്ടി ഈ വളരെ ത്യാഗം ചെയ്ത വ്യക്തിത്വങ്ങളിൽ ആളുകളാണ്. ഇന്ന് സംസ്ഥാന സമ്മേളനം വിജയമാക്കി തീർക്കുവാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വാഗത സംഘം കൺവീനർ എസ് തുളസീധരൻ, അതുപോലെ തന്നെ മറ്റു കൺവീനർമാർ, നമ്മുടെ സംസ്ഥാന പ്രതിനിധികൾ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി, അത് പൊതുവെ എല്ലാവരും ഇതിന് ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് 7ാം സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.